ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷം ഒഴിവാക്കാൻ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സുരേഷ് ഗോപി എംപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ചതിനെതിരെ പ്രതിഷേധിച്ച ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പാർട്ടി ഓഫീസിന് സമീപത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വൻ സന്നാഹത്തോടെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൃശൂരിൽ തോൽപ്പിച്ചതിന് സിപിഎമ്മും എൽഡിഎഫും പാർട്ടിയുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. 3.25 ലക്ഷം വോട്ടിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് സമരം നടത്തി ബോർഡിൽ കരിയോയിലും ചെരുപ്പുമാലയും ഇട്ടത് ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്നതാണെന്നും ഇത് തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപി തൃശൂർ ജില്ലാ പ്രഭാരിയും സംസ്ഥാന സെക്രട്ടറിയുമായ എം.വി. ഗോപകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് എ നാഗേഷ്, ജില്ലാ പ്രസിഡന്റുമാരായ എ.ആർ. ശ്രീകുമാർ, അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.ആർ. ഹരി, എ.ആർ. അജിഘോഷ് എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് പിന്നാലെ പ്രവർത്തകർ പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമായി. സംഘർഷം ശക്തമായതോടെ പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകരിൽ പലരും ജലപീരങ്കി പ്രയോഗത്തിൽ തെന്നി വീണു.